Hi friends, welcome to my channel. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു മലബാർ നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ്. കൂടെ ഒരു ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പി കൂടി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നെയ്ച്ചോറിന് വേണ്ടിയിട്ട് 2 കപ്പ് കൈമ റൈസ് ആട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാസ്മതി റൈസും എടുക്കാം. ഇനി അരി നന്നായിട്ട് 3-4 വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. അരി നന്നായി കഴുകിയതിൻ്റെ ശേഷം ഒരു അരമണിക്കൂർ ഇത് കുതിർത്ത് വെക്കണം. അപ്പോൾ അത്രയും നേരം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ചിക്കൻ സ്റ്റൂ റെഡിയാക്കാം. ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കൻ നന്നായി വൃത്തിയാക്കി കഴുകിയെടുത്തിട്ടുണ്ട്. സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 മീഡിയം സൈസ്ഡ് സവാള സ്ലൈസാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. 2 മീഡിയം സൈസ്ഡ് ഉരുളക്കിഴങ്ങ് ക്യൂബ്സാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളിയും 2 കഷ്ണം ഇഞ്ചിയും കുറച്ച് പച്ചമുളകും എടുത്തിട്ടുണ്ട്. അടുത്ത തേങ്ങാപ്പാലിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചിട്ട് ഇതിന് 1-ാം പാലും 2-ാം പാലും നമുക്ക് എടുക്കണം. ഇനി നമുക്ക് സ്റ്റൂ ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനൊരു കടായിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിതിലേക്ക് 2 കഷ്ണം പട്ടയും ഒരു 4 ഗ്രാമ്പും ഒരു 3 ഏലക്കയാണ് എടുത്തിട്ടുള്ളത്. ഈ ഗരം മസാലയൊക്കെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഗരം മസാല ശരിക്കും റോസ്റ്റ് ആയതിനു ശേഷം നമ്മൾ നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ച സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വേണം സവാള വഴറ്റിയെടുക്കാൻ. സ്റ്റ്യൂ ആയതുകൊണ്ട് നമുക്ക് ഈ സവാള അധികം ബ്രൗൺ ആക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ സവാളയൊക്കെ ശരിക്കും വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി തീ ഹൈ ഫ്ലെയിമിൽ വെച്ചതിൻ്റെ ശേഷം ഒരു 4 മിനിറ്റ് വരെ ഇത് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഈ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്, ഒന്ന് വൈറ്റ് കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ കട്ട് ചെയ്ത് വെച്ച 2 മീഡിയം സൈസ്ഡ് ഉരുളക്കിഴങ്ങ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊക്കെ മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഞാൻ ഇതിലേക്ക് തേങ്ങേൻ്റെ 2-ാം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കിത് മൂടി വെക്കാം, ചിക്കൻ ഒന്ന് വെന്ത് കിട്ടുന്നവരെ. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കനും ഉരുളക്കിഴങ്ങും ഒക്കെ ശരിക്കും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഉരുളക്കിഴങ്ങൊക്കെ നമുക്കൊന്ന് ഉടച്ചെടുക്കാം. സ്റ്റ്യൂവിന് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉടച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിലിടക്ക് നമുക്ക് അതിൽ വെന്ത ഉരുളക്കിഴങ്ങൊക്കെ നമുക്ക് ഒന്ന് ഉടച്ചെടുക്കാം. ഇനി നമുക്ക് 1 മിനിറ്റ് നേരം കൂടി ഇത് നന്നായിട്ട് തിളപ്പിക്കാം. ഇപ്പം ഞാൻ ഇതിലത്തെ ഉരുളക്കിഴങ്ങൊക്കെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ എടുത്ത് വെച്ച് തേങ്ങയുടെ 1-ാം പാല് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാവുന്ന വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചതിൻ്റെ ശേഷം നമുക്ക് ഒട്ടും തന്നെ ഇത് തിളപ്പിക്കാൻ പാടില്ല, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോവും. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് താളിച്ച് കൊടുക്കാം. താളിക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 6 ചെറിയുള്ളി ചെറുതാക്കി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതൊക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതെടുത്തിട്ട് നമുക്ക് സ്റ്റ്യൂവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ നമുക്കിത് ഇളക്കാൻ പാടില്ല. നമുക്കിത് 10 മിനിറ്റ് വരെ മൂടി വെക്കാം. ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ കുതിർത്ത് വെച്ച അരി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഞാനൊരു സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് പൊരിക്കുമ്പോൾ ഇത് തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. തീ ലോ ഫ്ലെയിമിൽ വെക്കണം. അണ്ടിപ്പരിപ്പ് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി കൂടി പൊരിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ വേണം ഇത് പൊരിച്ചെടുക്കാൻ.
മുന്തിരി ഇതേപോലെ ആകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഇനി ഇതേ എണ്ണയിൽ 2 മീഡിയം സൈസ്ഡ് സവാള സ്ലൈസാക്കി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. സവാള ഗോൾഡൻ ബ്രൗൺ ആയാൽ നമുക്കിത് കോരിയെടുക്കാം. ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു നോൺ സ്റ്റിക്ക് പാനിൽ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നേരത്തെ ഉള്ളി പൊരിച്ച് വെച്ച് ഓയിലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 കഷ്ണം പട്ടയും 4 ഗ്രാമ്പും ഒരു 4 ഏലക്കയും കൂടി ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ പെരിഞ്ജീരകമാണ്. ഇതെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം. ഇതൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് 1.5 മീഡിയം സൈസ്ഡ് സവാള സ്ലൈസാക്കി അരിഞ്ഞെടുത്തത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. സവാള ഒന്ന് വാടി കിട്ടിയാൽ മതി, നമുക്കിത് ബ്രൗൺ ആക്കേണ്ട ആവശ്യമില്ല. സവാള ഇതുപോലെ വാടി വരുമ്പോൾ നമ്മൾ നേരത്തെ സ്ട്രെയിനറിലേക്ക് മാറ്റി വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി തീ മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് ആക്കുക. എന്നിട്ട് തുടർച്ചയായിട്ട് ഇളക്കിയിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുക. ഏകദേശം ഒരു 5 മിനിറ്റ് വരെ അരി ഇങ്ങനെ റോസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഈ അരി നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളത്തിൻ്റെ കണക്ക് പ്രകാരം ഞാൻ 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തിളയ്ക്കാൻ തുടങ്ങിയാൽ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. 10 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇത് ഏകദേശം കുക്കായിട്ടുണ്ട്. നമുക്കിത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കുമ്പം ചോറ് ഉടഞ്ഞു പോവാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഇതൊക്കെ ശരിക്കും നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തിട്ട് വീണ്ടും ഒരു 2 മിനിറ്റ് ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമുക്ക് ഒന്നുകൂടി പതുക്കെ ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് ശരിക്കും ഇത് കുക്കായി വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അരി നന്നായിട്ട് റോസ്റ്റ് ചെയ്തുകൊണ്ട് ഇത് തീരെ കട്ട പിടിച്ചിട്ടില്ല. വീണ്ടും നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ലെവലാക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് വരെ നമുക്കിത് മൂടി വെക്കാം. ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്കിനി ഇത് സെർവ് ചെയ്യാൻ തുടങ്ങാം. സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെ ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഈ ബൗളിലേക്ക് ഞാൻ കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുക. സ്ലൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു പ്ലേറ്റ് ഈ ബോളിൻ്റെ മുകളിലേക്ക് കമത്തിയിട്ട് ചോറ് ഈ പ്ലേറ്റിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്താൽ നമുക്ക് നല്ലൊരു ഷേപ്പിൽ ചോറ് കിട്ടും. ഇനി നമുക്കിത് സ്റ്റൂവിൻ്റെ കൂടെ സെർവ് ചെയ്യാം. ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ മറക്കരുത്.